മുളക് തൈകളാണ് ഈ കാണുന്നത്. മനോഹരമായിട്ടുണ്ട് ഇതിങ്ങനെ കണ്ടു നിൽക്കാൻ. സെൻറ്റർ ഭാഗത്തൊക്കെ ആയിട്ട് മുളക് നനയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൈപ്പ് ലൈനൊക്കെ ഇട്ടത് കാണാനും സാധിക്കുന്നുണ്ട്. തെങ്ങുകളൊക്കെ തന്നെ ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. ഒരു ചട്ടി കമത്തി വെച്ചിട്ടുണ്ട്, ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മുന്നിലേക്ക് പോകുമ്പോൾ കൃഷിയുടെ ആ ഒരു ആരവമൊക്കെ അവസാനിച്ചതുപോലെയാണ് ഫീലിംഗ് ചെയ്യുന്നത്. ആടിനെ മേയ്ക്കുന്ന കുറച്ച് ആളുകളെ കാണാൻ സാധിക്കുന്നുണ്ട്. ക്ഷീരകർഷകർ ഈ ഒരു ഏരിയയിലുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകും. രാജഭരണം നടന്ന ഒരു പ്രദേശമായിട്ടാണ് നമുക്ക് ഈ ഒരു ഏരിയയെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു ലൈനിൻ്റെ അപ്പുറം ഒരു രാജാവിൻ്റെതും ഇപ്പുറം വേറൊരു രാജാവിൻ്റെതുമാണ് എന്നാണ് തോന്നുന്നത്. ആദ്യം ഞാൻ ലാവ് എന്തെങ്കിലും ഒലിച്ചിറങ്ങിയതാകാം എന്നാണ് സംശയിച്ചത്. പിന്നീടാണ് മനസ്സിലാക്കാൻ സാധിച്ചത് മതിലുകൾ അതിലൂടെ പോയിരുന്നു. ആ മതിൽ ഇടിഞ്ഞു പൊളിഞ്ഞാടിയിട്ട് പരന്നതാണ് എന്നുള്ളത്. ഇവിടങ്ങളിലൊക്കെ തന്നെ വെള്ളക്കുറവ് ഉള്ളതായിട്ട് നമുക്കിങ്ങനെ ഫീലിംഗ് ചെയ്യുന്നുണ്ട്. വരുന്ന ഏരിയയിൽ തക്കാളി തോട്ടങ്ങളൊക്കെ തന്നെ കരിഞ്ഞു പോയ കാഴ്ച നമ്മൾ കണ്ടതാണ്. ആ മലക്ക് മുകളിൽ കാണുന്ന ആ ഒരു മതിൽ നമ്മൾ കിയയുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ആയിട്ടുള്ള പെൻകുണ്ട എന്ന് പറയുന്ന പ്രദേശത്തിനോട് ചാരിയിട്ടുള്ള മലകളിലും കണ്ടിരുന്നു. അന്നാണ് ഇത് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് രാജഭരണകാലത്തെ അതിർത്തിയാണ് എന്നുള്ളത്. എങ്കിലും മലക്ക് മുകളിൽ ഇങ്ങനെ അതിർത്തി ഇടുന്നത് കൊണ്ട് എന്താണ് ഗുണം എന്നുള്ളതാണ് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാതിരുന്നത്. ചിലപ്പോൾ പട്ടാളക്കാരെയൊക്കെ അവിടെ ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ഞാനിങ്ങനെ സംശയിച്ചു പോയി. അങ്ങനെ കുറച്ച് മുന്നിലേക്ക് വന്നപ്പോൾ ഇതുപോലെ നീണ്ടു കിടക്കുന്ന റോഡായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഒരു ക്ഷേത്രം വരുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്നും കൂടി നമുക്ക് വ്യക്തമായിട്ട് ഈ ഒരു മതിലിനെ വിലയിരുത്താൻ കഴിയും. നേരത്തെ കണ്ട ആ ഒരു ഏരിയയിൽ നിന്നും കുറച്ചും കൂടി മുന്നിലേക്ക് വന്നപ്പോഴാണ് ഇതിങ്ങനെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ കാണുന്ന ഏരിയയിൽ മതിലുകൾ പൊളിഞ്ഞാടിയിട്ടില്ല, അതങ്ങനെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ തലക്കലായിട്ട് പൊളിഞ്ഞാടി പരന്നിട്ടുണ്ട്. അതേ ആ ഒരു പരപ്പാണ് ആ മലക്ക് മുകളിലുള്ള മതിലിനും സംഭവിച്ചിട്ടുള്ളത്. ഒരു പ്രത്യേക രീതിയിലുള്ള മണ്ണായിട്ടാണ് ഇവിടങ്ങളിലൊക്കെ തന്നെ കാണാൻ സാധിച്ചത്. ജനവാസം കുറവുള്ളതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കൂടുതലും കൃഷി സമൃദ്ധിയുടെ ആ ഒരു ഏരിയ തന്നെയാണ്. ഇതുപോലെ കവറൊക്കെ ഇട്ട് മൂടിയിട്ടാണ് ഇവിടെ കൃഷി ചെയ്യുന്നതൊക്കെ കാണാൻ സാധിക്കുന്നത്. എന്ത് കൃഷിയാണോ ചെയ്യുന്നത് അതിന് കറക്റ്റായിട്ട് വെള്ളവും വളവും കിട്ടുന്നതിന് വേണ്ടിയിട്ടാകാം എന്നാണ് ഞങ്ങളിങ്ങനെ വിലയിരുത്തിയത്. കവറിൻ്റെ പല ഭാഗത്തും ചെറിയ ചെറിയ ഹോളുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ഹോളിലേക്ക് എന്തെങ്കിലുമൊക്കെ വിത്തുകൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കവറ് ഉള്ള ഏരിയയിൽ മറ്റുള്ള ചെറിയ ചെറിയ ചെടികളൊന്നും വളരില്ല എന്നുള്ള ഒരു മെത്തേഡായിരിക്കാം ഇവരിവിടെ ഉപയോഗിക്കുന്നത്. മുന്നിലേക്ക് വന്നപ്പോൾ ഇതുപോലത്തെ ഒരു ഹമ്പ് കാണാൻ സാധിച്ചു. ഹമ്പിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലത്തെ ഇൻ്റർലോക്കിൻ്റെ കട്ട സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് ഹമ്പൊന്ന് നീട്ടി പരത്തുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ കുറച്ചായി കാണുന്നത്, അതുകൊണ്ടാണ് എൻ്റെ ശ്രദ്ധയിലേക്ക് വന്നതും. മുന്നിലേക്ക് വന്നപ്പോൾ ആടിനെ കൊണ്ടുപോകുന്ന ഇതുപോലത്തെ ഒരു ഫാമിലിയെ കാണാൻ സാധിച്ച്. ചൂട് കൊണ്ടായിരിക്കാം അവർ തലയും കാര്യങ്ങളൊക്കെ മറച്ച് പുതപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നടക്കുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് മുന്നിലേക്ക് വന്നപ്പോൾ ഇതുപോലത്തെ ഒരു പന്തൽ കാണാൻ സാധിക്കുകയാണ്. പിന്നീടാണ് മനസ്സിലാക്കിയത് ഇതൊരു ചായക്കടയാണെന്ന്. ഞങ്ങൾ വല്ല കല്യാണമോ മറ്റോ ആയിരിക്കാം എന്നുള്ള ധാരണയിലാണ് മുന്നോട്ട് വന്നത്. നമ്മൾ എത്തിയിട്ടുള്ളത് ബില്ലൂര് എന്ന് പറയുന്ന ടൗണിലാണ്. കർണാടകയും ആന്ധ്രയും ഒരു അതിർത്തി പങ്കിടുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ റോഡിനൊക്കെ തന്നെ ആ ഒരു മോശമായ അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു വലിയ ടൗണാണ്. ഏകദേശം 100-300 പരം കടകളുണ്ട്, ചെറിയ ചെറിയ കടകൾ.